നീലിമ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കൈ അവളിൽ നിന്ന് പിൻവലിച്ച് നേരിരുന്നു. നീലിമയ്ക്ക് അവന്റെ ആ പ്രവൃത്തി കണ്ട് ചിരി വന്നെങ്കിലും അവൾ അത് സിദ്ധാർത്ഥിനെ കാണിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എവിടെയോ താനുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നി. സിദ്ധാർത്ഥ് കാർ ഓടിക്കുന്നതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവൻ ഫോൺ വിളിച്ച് തന്റെ ആളുകളോട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തിരികെ ഓഫീസിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് മനീഷ് മാത്രം സിദ്ധാർത്ഥിന്റെ വീട്ടിൽ അവനെയും കാത്തുനിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ വീട്ടിലെത്തി. നീലിമയെ കാറിൽ നിന്ന് ഇറക്കിയ ശേഷം സിദ്ധാർത്ഥ് കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ മനീഷ് വരാന്തയിൽ ഇരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയെ കണ്ട മനീഷ് അത്ഭുതത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ് അയാളോട് ഒന്നും പറയാൻ നിൽക്കാതെ നീലിമയെ അകത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് മനീഷിന് നേർക്ക് നടന്നു. മനീഷ്, ആ നടൻ രാംദേവ് എവിടെയുണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നെ വിവരം അറിയിക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ മനീഷിന് ധൈര്യമുണ്ടായിരുന്നില്ല. ശരി സർ, മനീഷ് പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല മനീഷ്, എന്താ വീട്ടിലേക്ക് വന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഓഫീസിലേക്ക് തിരികെ പോവാൻ, സിദ്ധാർത്ഥ് ചോദിച്ചു. അത് സർ, നമ്മുടെ മീറ്റിംഗ് പാതിയിലിട്ടിട്ടല്ലേ സർ വന്നത്. അവിടെ എല്ലാവരും സാറിനായി കാത്തു നിൽപ്പുണ്ട്. ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ഇവിടെ ഇരുന്നതാ, മനീഷ് പറഞ്ഞു. അപ്പോഴാണ് സിദ്ധാർത്ഥ് മീറ്റിംഗിന്റെ കാര്യം ഓർക്കുന്നത്. സത്യത്തിൽ നീലിമയുടെ കൂടെ വീട്ടിലേക്ക് വരുമ്പോ പോലും അവന് ഓഫീസ് കാര്യങ്ങൾ ഓർമ്മയിൽ വന്നിരുന്നില്ല. ജീവിതത്തിൽ തന്നെ ആദ്യമായാണ് സിദ്ധാർത്ഥ് ജോലിയിലെ കാര്യങ്ങൾ മറന്നു പോകുന്നത്. അതിൽ അവന് തന്നെ അമ്പരപ്പ് തോന്നി. താൻ പോയിക്കോ, ഇന്നിനി മീറ്റിംഗിനൊന്നും മൂടില്ല. നാളെ എങ്ങനെ വെക്കാമെന്ന് എല്ലാവരോടും പറഞ്ഞേക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. അത് കേട്ട് മനീഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. ഇത് വലിയ അത്ഭുതമായി പോയല്ലോ. സാർ ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണോ മീറ്റിംഗ് വരെ ക്യാൻസലാക്കി വീട്ടിലിരിക്കാൻ പോകുന്നത്? ഡിയർ എന്ന പേരില് നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് കൂടി കൂട്ടി വായിക്കുമ്പോ ഒരു സംശയം. അപ്പോ ഇവൾ തന്നെയാവുമോ സാറിന്റെ ഭാര്യ? മനീഷ് ചിന്തിച്ചു. മനീഷ് എന്താ ആലോചിക്കുന്നത്? സിദ്ധാർത്ഥ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല സർ, ഞാനെന്നാ ഇറങ്ങുവാ. റാമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ അറിയിക്കാം, മനീഷ് അത്രമാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി. സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ നീലിമ ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്നു. അവനെ കണ്ടപാടെ നീലിമ എഴുന്നേറ്റ് നിന്നു. സിദ്ധാർത്ഥ്, താങ്ക്സ്. നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, നീലിമ പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് സോഫയിൽ വന്നിരുന്നു. മല്ലികയും അശ്വിനും വീട്ടിലില്ലായിരുന്നു. നീ ഇങ്ങനെ എല്ലാ ദിവസവും എന്നോട് താങ്ക്സ് പറയാനൊന്നും നിൽക്കണ്ട. ഒരു കാര്യം ചെയ്യ്, എല്ലാ താങ്ക്സും ഒരു ഡയറിയിൽ എഴുതി വെച്ചു. എന്നിട്ട് മാസാവസാനം എന്നെ ഏൽപ്പിച്ചാ മതി. അതാവുമ്പോ ഇടയ്ക്കിടത് കേൾക്കണ്ടല്ലോ, സിദ്ധാർത്ഥ് തമാശ മട്ടിൽ പറഞ്ഞു. അപ്പോൾ നീലിമ അവനെ നോക്കി. സിദ്ധാർത്ഥ്, ഞാൻ കാര്യമായാ പറഞ്ഞേ. നിങ്ങളില്ലായിരുന്നിൽ എന്റെ ജീവിതം ഇന്നത്തോടെ തീർന്നേനെ. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നത് എന്തിനാ നീ? അത് നിർത്തിയാ മതി, സിദ്ധാർത്ഥ് പറഞ്ഞു. മനസ്സിലായി, ഇനി ഞാൻ ശ്രദ്ധിക്കാം. സിദ്ധാർത്ഥ്, പിന്നെ ഒരു കാര്യം, ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്റെ എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ അറിയിക്കണം. എന്നെക്കൊണ്ട് പകരം ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം. നിങ്ങൾ എന്നെ അത്രയ്ക്കും സഹായിച്ചിട്ടുണ്ട്. നീലിം അവനോട് ഒന്നും പറയാതെ സോഫയിൽ നിന്നും എഴുന്നേറ്റു. അവളുടെ കൈ തട്ടി ഒരു വിലപിടിപ്പുള്ള ഫ്ലവർ വേസ് പൊട്ടി. നീലിമയുടെ കാലിൽ അതിന്റെ ചില്ല് വന്നുകൊണ്ടവൾ പിടഞ്ഞുപോയി. വേദന കൊണ്ട് നീലിമ തിരികെ സോഫയിൽ തന്നെ ഇരുന്നു പോയി. അത് കണ്ട സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റു. അല്ല, ഞാൻ അറിയാൻ പാടില്ലാന്നിട്ട് ചോദിക്കുക, നിനക്ക് കണ്ണു കാണില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി. ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ സിദ്ധാർത്ഥ്? അറിയാതെ പറ്റുന്നതല്ലേ. അതിനി വഴക്ക് പറയാൻ നിൽക്കണ്ട. അങ്ങനെ സംഭവിച്ചു പോയി, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ അവളെ നോക്കി. ആകാശത്തേക്ക് നോക്കി നടന്ന ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിലത്ത് നോക്കി നടക്കാൻ പഠിക്കേ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയുടെ കാലിൽ നിന്ന് അപ്പോൾ രക്തം വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഉടനെ അകത്തേക്ക് പോയി. അല്പനേരം കഴിഞ്ഞ് അവനൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി വന്നു. വേദന കൊണ്ട് പുളയുകയായിരുന്നു അപ്പോൾ നീലിമ. അവളെ സോഫയിൽ നേരെ ഇരുത്തിയ ശേഷം സിദ്ധാർത്ഥ് കയ്യിലെ മരുന്നെടുത്ത് കാലിലെ മുറിവ് തുടച്ചിട്ട് മരുന്ന് വെച്ച് കെട്ടി. എന്നിട്ട് നീലിമയെ നോക്കി. അപ്പോൾ അവൾ വേദന കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു. സാരല്ല, ഇത്തിരി കഴിയുമ്പോ വേദന മാറും, സിദ്ധാർത്ഥ് നീലിമയോട് പറഞ്ഞു. നീലിമ ഒന്ന് മൂളി. ശ്രദ്ധിക്കാതെ നടന്നിട്ട് ഓരോന്ന് വരുത്തി വെക്കുന്നത് കൊണ്ടല്ലേ ഇപ്പിങ്ങനെ വേദനിക്കേണ്ടി വരുന്നേ, സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ അതിന് മറുപടി പറയാതെ അവനെ നോക്കി. അവളുടെ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി മരുന്ന് ബോക്സ് തിരികെ കൊണ്ടുവച്ച ശേഷം തിരിച്ചു വന്നു. വാ, ഞാൻ മുറിയിൽ കൊണ്ടുവിടാം, സിദ്ധാർത്ഥ് പറഞ്ഞു. വേണ്ട, ഞാൻ നടന്നോളാം, നീലിമ പറഞ്ഞു.
നിനക്ക് നടക്കാൻ പറ്റുമെങ്കിൽ നടക്ക്. ഇന്ന് എന്തായാലും നിനക്ക് വേദന കൊണ്ട് കാല് നിലത്ത് കുത്താൻ പറ്റില്ല. നോക്കിക്കോ. സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ പിന്നെ, അത്രയ്ക്കൊന്നുമില്ല, വേദന കുറഞ്ഞോളും. നീലിമ അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞത് കാര്യമാക്കാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഉടനെ അവൾ കാല് തെറ്റി വീണു. നിലത്തേക്ക് വീഴും മുൻപേ സിദ്ധാർത്ഥ് അവളെ താങ്ങി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ മര്യാദയ്ക്ക്. ഇന്നെന്തായാലും നിനക്ക് നടക്കാൻ പറ്റില്ല. വാ, ഞാൻ കൊണ്ടുവിടാം. സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ എതിർത്തൊന്നും പറഞ്ഞില്ല. ഒറ്റയ്ക്ക് മുറിയിലേക്ക് പോവാൻ തനിക്ക് പറ്റില്ലെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അതുകൊണ്ട് വാശി പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. സിദ്ധാർത്ഥ് നീലിമയെ എടുത്തുയർത്തി മുറിയിലേക്ക് നടന്നു. നീലിമ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവന്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നു. നീലിമയെ അവളുടെ മുറിയിലെ ബെഡിൽ കൊണ്ട് കിടത്തിയ ശേഷം സിദ്ധാർത്ഥ് AC ഓൺ ചെയ്തു കൊടുത്തു. അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം. നാളെ രാവിലെ വേദന കുറവില്ലേൽ ഹോസ്പിറ്റലിൽ പോവാൻ കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ അതിനെ തലയാട്ടി. സിദ്ധാർത്ഥ് അവളെ പുതപ്പിച്ച ശേഷം മുറി വിട്ടിറങ്ങിപ്പോയി. മാധവിയം വീട്ടിൽ അപ്പോൾ സത്യഭാമയുടെ അരികിലായിരുന്നു അഞ്ജലി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. വാസുദേവൻ അവരിൽ നിന്ന് അല്പം മാറി ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. നീലിമ എവിടെയാണോ ആവോ? സത്യഭാമ എന്തോ ആലോചിച്ചു പറഞ്ഞു. അത് കേട്ട് അഞ്ജലിക്ക് ദേഷ്യം വന്നു. നീലിമയുടെ കാര്യം പോലും ആരും സംസാരിക്കുന്നത് ഈയിടെയായി അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അമ്മയ്ക്കിപ്പോ എന്താ അവളോടൊരു സോഫ്റ്റ് കോർണർ? അഞ്ജലി ചോദിച്ചു. സോഫ്റ്റ് കോർണർ ഒന്നുമല്ല. അവളോട് നീ അന്ന് മുത്തശ്ശിയുടെ പിറന്നാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതുവരെ നടക്കാത്തതുകൊണ്ട് നീ കള്ളം പറഞ്ഞതാണ് എന്നവൾ കരുതി കാണും. അതായിരുന്നു അവളെ തിരികെ കൊണ്ടുവരാനുള്ള ഏക വഴി. ഇനിയിപ്പോ എവിടെ ചെന്ന് അവളെ കണ്ടുപിടിക്കാനാ? സത്യഭാമ പറഞ്ഞു. അവളെ കണ്ടുപിടിക്കാൻ അത്ര പാടൊന്നുമില്ല. അവളുടെ മോൻ പഠിക്കുന്ന സ്കൂൾ നമുക്കറിയാലോ, അവിടെ പോയി അന്വേഷിച്ചാ പോരെ. അല്ല, അമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ അവളെ കണ്ടുപിടിച്ചിട്ട്? അഞ്ജലി ചോദിച്ചു. എടി പോത്തെ, നിന്റെ കല്യാണം വരില്ലേ, അപ്പോ അവളെ പോയി ക്ഷണിക്കണ്ടേ? ഞാൻ അതാ ആലോചിക്കുന്നെ, സത്യഭാമ പറഞ്ഞു. അല്ല, കല്യാണം അവിടെ നിൽക്കട്ടെ, അതിന് ഇനി സമയമുണ്ടല്ലോ. അതിനു മുൻപേ നീലിമ ഇവിടെ വരുത്തണം. അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. അല്ല അമ്മേ, മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷം ഇനി എന്തിനാ വൈകിപ്പിക്കുന്നേ? അച്ഛന്റെ ഫിനാൻഷ്യൽ പ്രശ്നമൊക്കെ തീർന്നില്ലേ? സോ ഉടനെ ഒരു ഡേറ്റ് തീരുമാനിച്ചൂടെ? അഞ്ജലി ചോദിച്ചു. പിറന്നാൾ ഇത്ര വൈകി ഇനി നടത്താൻ കഴിയുമോ? നീലിമയെ ഇവിടെ വരുത്താൻ വേണ്ടിയാണ് ഞാൻ ആ പരട്ട തള്ളയുടെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു തന്നെ. ഇനിയിപ്പോ അവളെ വരുത്താൻ വല്ല ഷഷ്ടിപൂർത്തി ആഘോഷിക്കണം, സത്യഭാമ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് വാസുദേവൻ അവിടേക്ക് വന്നു. നിനക്കൊന്നും വേറെ പണിയില്ലേ? എങ്ങനെ പൈസ കളയാമെന്ന് റിസർച്ച് നടത്തുവാണോ നീയൊക്കെ? പിറന്നാൾ ആഘോഷം മുടങ്ങിയപ്പോ സന്തോഷിച്ചിരുന്നതാ ഞാൻ. അപ്പോ ഇതാ വേറൊന്ന്, ഈ ഷഷ്ടിപൂർത്തിയുടെ കാര്യം പറഞ്ഞോണ്ട് അമ്മയും മോളും എന്റെ മുന്നിലെങ്ങാനും വന്ന. വാസുദേവൻ താക്കീതുപോലെ പറഞ്ഞു. അല്ല, അപ്പോ ആ തള്ളയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ടേ? അവരുടെ പിറന്നാൾ തീരുമാനിച്ച് എല്ലാവരെയും ക്ഷണിച്ചിട്ട് ഒരിക്കലും മാറ്റിവെച്ചതല്ലേ? അത് മോശമാണ്. ഒരു ചെറിയ പരിപാടിയെങ്കിലും പേരിന് നടത്തണം, അല്ലേല് ആളുകൾ എന്ത് കരുതും? സത്യഭാമ ചോദിച്ചു. അവർ ചോദിച്ചത് ശരിയാണെന്ന് വാസുദേവനും തോന്നി. നീലിമയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണെങ്കിലും ആളുകൾക്കിടയിൽ ആ പിറന്നാൾ ആഘോഷം തനിക്ക് നല്ല പേരുണ്ടാക്കി തരുമായിരുന്നു. അതൊക്കെ ഓർത്തപ്പോൾ വാസുദേവൻ ആകെ ആശങ്കയിലായി. ഉടനെ ഒരു ആഘോഷം നടത്താനൊന്നും അയാൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങള് അതിനെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കണ്ട, ഞാനത് ചെയ്യേണ്ട പോലെ സമയത്ത് ചെയ്തോളാം, വാസുദേവൻ പറഞ്ഞു. അപ്പോൾ അഞ്ജലിയും സത്യഭാമയും പരസ്പരം നോക്കി അത് ശരിവച്ചു. നീലിമ ഇതൊന്നും അറിയാതെ ബെഡിൽ ഉറക്കം വരാതെ കിടന്നു. അവൾ സിദ്ധാർത്ഥന്റെ കാര്യമാണ് അപ്പോൾ ആലോചിച്ചത്. ഇനി റാമിനെ കണ്ടുപിടിക്കാനും അവനോട് ധീരവിന്റെ പദ്ധതികൾ പറഞ്ഞു മനസ്സിലാക്കി ഈ കാര്യങ്ങൾ പരിഹരിക്കാനും സിദ്ധാർത്ഥ് മുന്നിട്ടിറങ്ങും എന്നുറപ്പാണ്. ആ കാര്യത്തിൽ നീലിമയ്ക്ക് തീരെ പേടി തോന്നിയില്ല. സിദ്ധാർത്ഥ് എല്ലാം പരിഹരിക്കും. അതിനു മുൻപേ റാമിന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഇല്ലാതെയാക്കാൻ എന്താണ് വഴിയെന്ന് നീലിമ ആലോചിച്ചു. എന്നാലും രാംദേവ് ഇപ്പോൾ എവിടെയായിരിക്കും? നീലിമയുടെ ചിന്തകൾ കാടുകയറി. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.